സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ പരിഹാരം എന്ന പാഠഭാഗത്തിലെ 2ാമത്തെ ഭാഗമാണ്. അതായത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ചേഞ്ച്, പലവിധ മാറ്റം എന്ന ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, സിമ്പിളായിട്ടുള്ള സോൾവ് ചെയ്യുന്ന മെത്തേഡ്, ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് ഞാൻ പഠിപ്പിച്ചത്. അതെല്ലാവരും പഠിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ വീഡിയോയിൽ കുറച്ചും കൂടെ ഒരു സ്റ്റെപ്പും കൂടെ കൂടുതലുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക, എഴുതി പഠിക്കുക. ഇവിടെ ഞാൻ ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട്. 2 added to 3 times a number makes 50. What is the number? ഒരു സംഖ്യയുടെ 3 മടങ്ങിന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 50 കിട്ടിയാൽ ആ നമ്പർ എന്താണ്? അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ 3 തരത്തിൽ എഴുതുന്ന കണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പൊ അതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 50 ആണ്. 2 കൂട്ടിയപ്പോൾ, ആരുടെ കൂടെ 2 കൂട്ടിയപ്പോൾ ആരുടെ കൂടെ 3 ടൈംസ് എ നമ്പർ. അപ്പൊ 3 ടൈംസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നമ്പർ നമുക്കറിയാമോ? അതും അറിയത്തില്ല. പിന്നെ ഇവിടെ 3 ടൈംസ് 3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പറിനെ നമുക്ക് എക്സ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം അല്ലെ. ആ എക്സ് എന്ന് പറയുന്ന നമ്പറിനെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ വേറൊരു നമ്പർ കിട്ടി. നമുക്കറിയത്തില്ല, ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. അതിൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 50 കിട്ടി. അപ്പം നമുക്ക് പുറകോട്ട് പോയി നോക്കാം. അപ്പം ഇങ്ങോട്ട് പ്ലസ് ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ അത് മൈനസ് ആകും അല്ലേ. -2 ആവും. അപ്പം 50-ൽ നിന്ന് 2 പോകുമ്പോൾ ഇവിടെ എത്ര വന്നു? 48 വന്നു. ഇനി ആ 48-നെ 3 കൊണ്ട് ഇവിടെ ചെയ്ത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കും. അപ്പൊ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആകും. 48-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 16 എന്ന് പറഞ്ഞു അല്ലെ. 16. അപ്പൊ നമ്മുടെ നമ്പർ എന്താണ്? 16 കിട്ടി. ഇനി നമുക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതി നോക്കാം, ഒരു സമവാക്യമായിട്ട് എഴുതി നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് എഴുതാം? ലെറ്റ് എക്സ് ബി ദ നമ്പർ. നമുക്കിനി സമവാക്യം അഥവാ ഇക്വേഷൻ ഫ്രെയിം ചെയ്യണ്ടേ. അപ്പൊ എന്തെഴുതാം? 3 ടൈംസ് എ നമ്പർ. അപ്പൊ 3x, 3 into x, അതാണ് 3x. അതിന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ +2 = 50. ഈ 3x എന്ന് പറയുന്നത് ഒന്നിച്ചിരിക്കുക അല്ലെ. ഇതിനെങ്ങനെയാ സെപ്പറേറ്റ് ആണോ അല്ലയോ എന്ന് അറിയുന്ന എങ്ങനെയാ? ഇടയ്ക്ക് പ്ലസോ മൈനസോ ചിഹ്നം ഉണ്ടെങ്കിലാണ് അത് സെപ്പറേറ്റ് ആണെന്ന് മനസ്സിലാക്കുന്നത്. ഈ 3x എന്ന് പറയുന്ന ഒരൊറ്റ ടേമാണ്, ഒരൊറ്റ പദമാണ്. അപ്പൊ നമുക്ക് ആരെ ആദ്യം കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ? +2-നെ അപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ആദ്യം അല്ലെ. അപ്പൊ ബാക്കിയുള്ളത് എന്താന്ന് നമുക്ക് എഴുതാം. 3x = 3x ഇവിടെ ഉണ്ട്. ഈ പ്ലസ് ഈക്വൽ ടു ഇട്ടു. 50 ആദ്യം എഴുതണം, വലതുവശത്ത് കിടക്കുന്ന 50 എഴുതണം. ഇനി +2 അപ്പുറത്ത് പോകുമ്പോൾ -2 ആയി. അപ്പൊ 3x എത്ര കിട്ടി? 50-ൽ നിന്ന് 2 പോയപ്പോൾ എത്ര കിട്ടി? 48 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ 3x എന്ന് പറഞ്ഞാൽ 3 into x, 3-നെ x കൊണ്ട് ഗുണിച്ചിരിക്കുക. അപ്പൊ x കാണാൻ വേണ്ടിയിട്ട് 48-നെ ഈ 3 കൊണ്ട് ഗുണിച്ചിരിക്കുന്നത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഹരണമാവും. അപ്പൊ 16 ഉത്തരം കിട്ടിയല്ലോ. അപ്പൊ എക്സിന്റെ വില എത്രയാണ്, അല്ലെങ്കിൽ നമ്പർ എത്രയാണ്? 16 ആണ്. സോ 16 is the number. മനസ്സിലായില്ലേ? വേറൊരു ചോദ്യം കൊണ്ട് തരാം. ഇവിടെ ആഡഡ് ആണ്, സബ്ട്രാക്റ്റഡ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തരാം. ഈ ഒരു ചോദ്യം നോക്കിക്കേ. 2 subtracted from 3 times a number makes 40. നേരത്തെ അഡീഷൻ ആയിരുന്നു, ഇപ്പൊ സബ്ട്രാക്ഷൻ. നമുക്ക് രണ്ടും ഒന്നിച്ച് പഠിച്ചങ്ങ് പോവാം. അപ്പൊ 2 subtracted from എവിടെ നിന്ന്? 2 കുറച്ചത് എവിടെ നിന്നാ? 3 times a number. ഇപ്പോ എക്സ് എന്ന് പറയുന്ന ആദ്യത്തെ നമ്പർ, അതിന് 3 ടൈംസ് 3 കൊണ്ട് ഗുണിക്കുക, 3 മടങ്ങ്. അപ്പൊ നമുക്കൊരു നമ്പർ കിട്ടും. അതിൽ നിന്ന്
2 കുറച്ചപ്പോൾ 40 കിട്ടി. ഇത് ഉണ്ടാക്കുന്ന മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇത് എഴുതാതെ ആണെങ്കിൽ നമുക്ക് എഴുതാം. ഇപ്പോൾ എക്സ് നമ്പർ ആണെങ്കിൽ 3 മടങ്ങ് എക്സിന്റെ ആ നമ്പറിന്റെ ആ സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3x. അതിൽ നിന്ന് 2 കുറച്ചപ്പോൾ 2 സബ്ട്രാക്ട് ചെയ്തപ്പോൾ 40 കിട്ടി. അപ്പോൾ ആദ്യം ആരെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ? പ്ലസും മൈനസും ആണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് ഒന്നിച്ചൊരു പദമാണ്. ഇതിനിടയിൽ പ്ലസും മൈനസും ഇല്ല, ഇൻറ്റു ആണുള്ളത്. അപ്പൊ അത് അവിടെ വെച്ചേക്കണം. അപ്പൊ 3x അവിടെ ഒന്നിച്ചിരിക്കുകയാണ്. എന്നിട്ട് 40 എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ -2 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതെന്താവും? +2 ആവും. അപ്പൊ 3x എത്ര കിട്ടി? 42 കിട്ടി. ഇനി നമുക്ക് എക്സ് മതി, എക്സിനെ മതി. 3 കൊണ്ട് ഗുണിച്ചിരിക്കുന്ന അപ്പുറത്ത് പോകുമ്പോൾ ഹരണമാവും. 42നെ 3 കൊണ്ട് ഹരിക്കുക. 4-നകത്ത് എത്ര 3 ഉണ്ട്? ഒരു പ്രാവശ്യം, മിച്ചം 1, 12. 12-നകത്ത് 3, 4 പ്രാവശ്യം. അപ്പൊ നമ്പർ എന്താണ്? 14 ബി ദ നമ്പർ. ക്ലിയർ ആയല്ലോ? അപ്പൊ പ്ലസ് വന്നാലും മൈനസ് വന്നാലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് കൃത്യമായിട്ട് പഠിച്ചാൽ ഇനിയുള്ളതെല്ലാം എളുപ്പമായിരിക്കും. ഒരു ചോദ്യം കൂടെ നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. 46 rupees is spent in buying 2 notebooks and a pen. 2 നോട്ട്ബുക്കും ഒരു പേനായും കൂടെ വാങ്ങാൻ വേണ്ടി 46 രൂപ ചിലവായി. ദ പ്രൈസ് ഓഫ് എ പെൻ ഈസ് 6 rupees. ഒരു പേനയുടെ വില 6 രൂപ. ഒരു പേനായെ വാങ്ങിയിട്ടുള്ളൂ, അതിന്റെ വില 6 രൂപയാണ് തന്നിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ ഒരു നോട്ട്ബുക്കിന്റെ വില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നോട്ട്ബുക്കിന്റെ വിലയിൽ ടെക്സ്റ്റ് ബി ദ പ്രൈസ് ഓഫ് ദി ബുക്ക്. ഇത് ഓരോന്നിലും എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ എക്സ് എന്ന് എടുക്കുക. പിന്നെ 2 നോട്ട്ബുക്കും ഒരേ ടൈപ്പ് ആണല്ലോ. അപ്പോൾ ഒരെണ്ണത്തിന്റെ ഇരട്ടി അല്ലെങ്കിൽ 2 times ആണ് രണ്ടും കൂടെ 2 നോട്ട്ബുക്കും കൂടെ ആകുന്നത്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു നോട്ട്ബുക്കിന്റെ വിലയായിട്ട് എടുത്തു. അതിന്റെ ഇരട്ടി കാണണം, അതായത് 2 times കാണുക, 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എല്ലാ നോട്ട്ബുക്കുകളുടെയും കൂടെ വില കിട്ടി. അതിന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? ഒരു പെന്നും കൂടെ വാങ്ങിച്ചു അല്ലെ? പെന്നിന്റെ വില 6 രൂപയാണ് തന്നിട്ടുണ്ട്. അപ്പൊ പെന്നിന്റെ വില 6 രൂപ കൂട്ടിയപ്പോൾ 46 രൂപ ചിലവായി. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതിന് ഈ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ എഴുതാം. അപ്പൊ 46 പുറകോട്ട് പോയാലും 46-ന്ന് 6 കുറയ്ക്കണം. കുറയ്ക്കുമ്പോ എത്ര വന്നു? 40 വന്നു. ഈ ഗുണിച്ചിരിക്കുന്ന 2 ഇപ്പുറത്തോട്ട് വരുമ്പോ ഹരണമാവും, ഡിവിഷൻ ആവും, ഡിവൈഡ് ബൈ 2. അപ്പൊ 40-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടി? 20 കിട്ടി. നമുക്കിത് ഇങ്ങനെ ഇക്വേഷൻ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ 2x, 2 ബുക്കുണ്ട്. ഒരു ബുക്കിന്റെ വില എക്സ് ആണ്. അപ്പൊ 2 times x. അതിന്റെ കൂടെ ഒരു പേനയുടെ വില കൂട്ടി, അതായത് 6 ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ 46 rupees ആയി ചെലവായത്. ഇപ്പൊ പ്ലസ് മൈനസും ആണ് ടേംസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. എക്സിന്റെ കൂടെ ഉള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ അത് ഒന്നിച്ച് നിൽക്കണം. അതായത് 2x = 46 എഴുതി. എന്നിട്ട് ഈ +6 അപ്പുറത്തേക്ക് പോയപ്പോൾ -6 ആയി. 46 - 6 എന്ന് പറഞ്ഞാൽ 40 ആണ്. അപ്പൊ 2x ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എഴുതി പോകണം. ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സമവാക്യം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് ഓരോ സ്റ്റെപ്പിലും എഴുതുക. 46-ന് 6 പോകുമ്പോൾ 40. അപ്പൊ x = x ആണ് കാണേണ്ടത്. 2 കൊണ്ട് ഇവിടെ ഗുണിച്ചിരിക്കുകയാണ്. ഇവിടെ ഗുണന ചിഹ്നം ഇടുകയല്ല. ആ ഗുണന അപ്പുറത്ത് പോകുമ്പോൾ ഹരണമാവും. 40/2 എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ എന്തെഴുതാം? പ്രൈസ് ഓഫ് ദി നോട്ട്ബുക്ക് ഈസ് 20 rupees. ₹20. ബുക്കിന്റെ വില 20 രൂപയാണ്. ഇനി നമുക്ക് പേജ് നമ്പർ 82-ലെ ചോദ്യങ്ങൾ ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. The perimeter of a rectangle is 50 meter and the length of one side is 5 meters. What is the length of the other side? ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്ന 50 മീറ്റർ ആണ്. അതിൽ ഒരു വശം 5 മീറ്ററുമാണെങ്കിൽ മറ്റേ വശത്തിന്റെ നീളമാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പം ഞാൻ ഇവിടെ ഒരു ചതുരം വരച്ചിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ ചുറ്റളവ് അഥവാ പെരിമീറ്റർ ആണ് 50 മീറ്റർ. ഒരു വശം 5 മീറ്റർ ആണ് തന്നിട്ടുമുണ്ട് അല്ലെ. നമുക്കറിയാം ചുറ്റളവ് എങ്ങനെയാ കാണുന്നത്, പെരിമീറ്റർ എങ്ങനെയാ കാണുന്നത്. ഈ നീളമുള്ള വശവും നീളം കുറഞ്ഞ വശവും കൂടെ കൂട്ടിയിട്ട് അതിന്റെ ഇരട്ടി കാണുക. കാരണം ഇരട്ടി എങ്ങനെയാ വന്നത്, 2 പ്രാവശ്യം ഓപ്പോസിറ്റ് സൈഡ്സിന്റെ ലെങ്സ് ഈക്വൽ ആണ് അല്ലെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ് എക്സ് ബി ദ ലെങ്ത് ഓഫ് ദി അതർ സൈഡ്. ആദ്യം തന്നെ നമുക്ക് അത് എഴുതാം. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ എക്സ് എന്ന് കൊടുക്കാം. ലെറ്റ് എക്സ് ബി ദ ലെങ്ത് ഓഫ് ദി അതർ സൈഡ് ആണല്ലോ. ഇനി അതായത് ഇതാണ് എക്സ്, അപ്പൊ ഇതും എക്സ് അല്ലേ, ഇത് 5 ആണല്ലോ അല്ലെ. അപ്പൊ 2 പ്രാവശ്യം എക്സും 2 പ്രാവശ്യം 5ഉം കൂടെ കൂട്ടുമ്പോഴല്ലേ ടോട്ടൽ ചുറ്റളവ് അഥവാ പെരിമീറ്റർ കിട്ടുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, എക്സിനെ 5 കൂട്ടിയിട്ട് എക്സിന്റെ കൂടെ 5 കൂട്ടിയിട്ട് അതിന്റെ ഇരട്ടി കണ്ടുപിടിച്ചാൽ മതി അല്ലെ. ഇരട്ടി എന്നുള്ളതിന് 2 ടൈംസ് എന്നല്ലേ, ഈക്വൽ ടു എത്രയാണ്, പെരിമീറ്റർ തന്നിരിക്കുന്നത് 50 മീറ്റർ ആണ്. എക്സിന്റെ കൂടെ, എക്സ് എന്ന് പറയുന്ന അറിയാൻ വയ്യാത്ത സൈഡിന്റെ നീളമാണ്, അതിന്റെ കൂടെ 5 കൂട്ടുക. 5 കൂട്ടുമ്പോൾ ഈ 2 വശങ്ങളുടെ നീളങ്ങളുടെ തുകയായി. ഇനി അതിന്റെ ഇരട്ടി കാണണമല്ലോ. 5 കൂട്ടുമ്പോൾ നമുക്ക് ഒരു സംഖ്യ കിട്ടും, അതിന്റെ ഇരട്ടി കാണും. ഇരട്ടി എന്ന് പറയുമ്പോൾ ഇൻറ്റു 2 ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 50 കിട്ടുന്നത്. അപ്പൊ പുറകോട്ട് പോകാം. 50നെ ഇവിടെ ഗുണിച്ചിരിക്കുന്ന ഇവിടെ വരുമ്പോൾ ഹരണമാവും അല്ലെ, ഡിവിഷനാവും. 50/2 എന്ന് പറയുന്നത് ഇവിടെ എത്ര വരും, 25 വരും. ഇനി ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ, സബ്ട്രാക്ഷനാണ്. കൂട്ടിയിരിക്കുന്നത് കുറയ്ക്കുക. 25ന് എത്ര കുറയ്ക്കണം, 5 കുറയ്ക്കണം. 25ന് 5 കുറയ്ക്കുമ്പോൾ എത്ര വരും, 20. അപ്പൊ 20 മറ്റേ വശത്തിന്റെ നീളം. ഇനി ഇവിടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഇത് ബ്രാക്കറ്റിനകത്താണ് കിടക്കുന്നത് അല്ലെ, അത് ഒന്നിച്ചായിരിക്കുന്നത്. അപ്പൊ അത് ഒന്നിച്ചിരിക്കുന്നതിന് അങ്ങനെ തന്നെ വെക്കുക. ഇനി ഇവിടെ ഇൻറ്റു കിടക്കുന്നത്, ഇതിവിടെ പ്ലസ് ആണെങ്കിലും ഈ പ്ലസ് 5നെ അപ്പുറത്തേക്ക് ആദ്യമേ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത്, അത് അതേപടി എഴുതണം. ഇനി അതിന്റെ ബ്രാക്കറ്റിനകത്താണ് എക്സും കിടക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നെ പുറത്ത് കിടക്കുന്ന 2നെ വെച്ച് ഗുണിച്ചിരിക്കുക, മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക. അത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, ഡിവിഷൻ ആകുമ്പോൾ 50/2 എന്നാവുമല്ലോ. അപ്പൊ എക്സ് പ്ലസ് 5 എത്ര കിട്ടി, 50/2 എന്ന് പറയുന്നത് 25 ആണ്. ഇനി ഈ +5നെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ ആകെ ആര് മാത്രം വരും, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എക്സ് മാത്രം വരും. 25 റൈറ്റ് സൈഡിൽ ഓൾറെഡി ഉണ്ട്, +5 അപ്പുറത്ത് പോകുമ്പോൾ -5 ആയി. അപ്പൊ എക്സ് ഈക്വൽ ടു 20 എന്ന് കിട്ടിയല്ലോ. അപ്പൊ ലെങ്ത് ഓഫ് ദ അതർ സൈഡ് ഈസ് 20 മീറ്റർ എന്ന് എഴുതാമല്ലോ. മറ്റേ വശത്തിന്റെ നീളം സമം 20 മീറ്റർ. ഉത്തരവായല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്, when Anita and her friend bought 5 pens together, they got a reduction of 3 rupees in the price. The total cost was 32 rupees. Had they bought the pens individually, how much would it have cost each? അതായത് അനിറ്റയും അവളുടെ കൂട്ടുകാരിയും കൂടെ 5 പേനകൾ ഒന്നിച്ചാ വാങ്ങിച്ചത് അല്ലെ. അപ്പോൾ അവര് കടക്കാരെന്ത് ചെയ്തു, 3 രൂപ കുറച്ചു കൊടുത്തു. ഒന്നിച്ച് വാങ്ങിച്ചപ്പോൾ 3 രൂപ കുറച്ചു കൊടുത്തു. അവർക്ക് എത്ര രൂപയായി, 32 രൂപയായി. 3 രൂപ കുറച്ച് കഴിഞ്ഞപ്പോൾ. ഇനി അവർ ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തരും വേറെ വേറെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പേനയുടെ വില എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെറ്റ് എക്സ് ബി ദ കോസ്റ്റ് ഫോർ 1 പെൻ എന്ന് എടുക്കാമല്ലോ. അതായത് ഒരു പേനയുടെ വില സമം എക്സ് റുപ്പീസ് എന്ന് എടുക്കുകയാണ്. ഒരു പേനയുടെ വില എക്സ് റുപ്പീസ് എടുക്കുകയാണ്. ഇനി നമുക്കറിയാവുന്ന, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, 5 പേന, ഒരേപോലത്തെ 5 പേനകളാണ്. അപ്പൊ ഒരെണ്ണത്തിന്റെ വില 5 കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ. ഒരെണ്ണത്തിന്റെ വിലയാണല്ലോ എക്സ് അല്ലെ. അപ്പൊ എക്സിനെ 5 കൊണ്ട് ഗുണിച്ചിട്ട് എന്ത് കിട്ടി, 5 കൊണ്ട് ഗുണിക്കുമ്പം 5 പേനയുടെ വിലകൾ കിട്ടി അല്ലെ. അതിൽ നിന്ന് എത്ര രൂപ കുറച്ചു, 3 രൂപ കുറച്ചു. അപ്പൊ എത്ര രൂപ കൊടുത്തു, 32 രൂപ കൊടുത്തു. പുറകോട്ട് പോയി നോക്കാം. 3 രൂപ കുറച്ചത് കൂട്ടുക, ഇവിടെ 32ന്റെ കൂടെ 35 ആവും. ആ 35നെ ഇവിടെ ഗുണിച്ചിരിക്കുന്ന എന്താ, ഹരണമാവും. 35നെ 5 കൊണ്ട് ഹരിക്കുമ്പോ എന്ത് കിട്ടി, 7 എന്ന് ഉത്തരം കിട്ടി. നമുക്ക് 7 കിട്ടുമോ ഇല്ലയോ നോക്കാം.
അപ്പോൾ ഒരു പേനയുടെ വില എക്സ് ആണ്. അപ്പോൾ 5 പേന വാങ്ങിച്ചുകൊണ്ട് 5 ഗുണം എക്സ്, അതിൽ നിന്ന് 3 രൂപ കുറച്ചപ്പോഴാണ് 32. കടക്കാരൻ 3 രൂപ കുറച്ചു, എന്നിട്ട് 32 രൂപയാണ് വാങ്ങിയത് അല്ലെ. ഈ 5x ഒന്നിച്ച് നിൽക്കുന്നതാണ്, അത് അവിടെ തന്നെ വെക്കുക. ഈക്വൽ ടു 32 എഴുതുക. എന്നിട്ട് ഈ -3 അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്തായി? +3 ആയി. അപ്പോൾ 5x സമം 35 എന്ന് കിട്ടി. ഇനി എക്സ് മാത്രം മതി, അതായത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അത് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആകും. അപ്പൊ 7 ആയല്ലോ. പേനയുടെ വില എത്ര കിട്ടി? 7 രൂപ എന്ന് കിട്ടി. സോ കോസ്റ്റ് ഓഫ് എ പെൻ ഈക്വൽ ടു 7 rupees. ഒരു പേനയുടെ വില സമം 7 രൂപ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. In each of the problems below, the result of doing some operations on a number is given. Find each number. ഇതിനകത്ത് 4 ചോദ്യങ്ങളുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അല്ല, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 3 added to 2 times a number gives 101. അപ്പൊ എക്സ് ആണല്ലോ നമ്പർ. ലെറ്റ് എക്സ് ബി ദ നമ്പർ. നമ്പറിനെ എക്സ് എന്ന് എടുക്കാം എന്നുള്ളത് ആദ്യം എഴുതിക്കണം. ഇനി 3 added to 2 times a number. അപ്പൊ 2 times a number എന്ന് പറയുമ്പോൾ അത് 2x ആയി. അതിന്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 101 കിട്ടി. ഒരു നമ്പറിന്റെ ഇരട്ടിയുടെ കൂടെ 3 കൂട്ടിയപ്പോൾ 101 കിട്ടി. അപ്പൊ 2x മാത്രമേ നമുക്ക് ഇടതുവശത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. +3 അപ്പുറത്ത് കൊണ്ടുപോകണം. +3 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ -3 ആയി. അപ്പൊ 2x ഈക്വൽ ടു 98 എന്ന് വന്നു. ഇനി എക്സ് കാണാൻ വേണ്ടി ഗുണിച്ചിരിക്കുന്ന ഇപ്പുറത്ത് വരുമ്പോൾ ഹരണമാകും. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആയി. 98ന്റെ പകുതി /2 എന്ന് പറഞ്ഞാൽ പകുതി എന്ന് ഓർത്താൽ മതി. ഇല്ലെങ്കിൽ 9/2 എത്രയാണ്? 4 വരും. മിച്ചം 1 വരും. 18നകത്ത് 2 9 പ്രാവശ്യം. അപ്പൊ 49 ആ നമ്പറിൽ നിന്ന് കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ നോക്കാം. 2 added to 3 times a number gives 101. ഒരു സംഖ്യയുടെ 3 ഇരട്ടിയുടെ കൂടെ 2 കൂട്ടുമ്പോൾ 101 കിട്ടും. അപ്പൊ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 3 ഇരട്ടി എക്സ് ആണ് നമ്പർ. അപ്പൊ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 3x ആയി. 2 കൂട്ടിയപ്പോൾ +2 ഈക്വൽ ടു ഗീവ്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 101. അപ്പൊ 3x ഒന്നിച്ചിരിക്കുന്നതാണ്. ഈക്വൽ ടു ആദ്യം ഓരോന്നോരോന്നായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത്. 101 ഉണ്ട്, +2 അപ്പുറത്ത് വന്നപ്പോൾ -2 ആയി. അപ്പൊ 3x ഈക്വൽ ടു 99 എന്ന് കിട്ടി. ഇനി എക്സ് മതി നമുക്ക്. 3യെ കൊണ്ട് ഗുണിച്ചിരിക്കുകയാണ്, മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഡിവിഷൻ ആകും. ആൻസർ 33 എന്ന് കിട്ടി. ഇനി മൂന്നാമത്തത് ചോദ്യം ഇതാണ്. 3 subtracted from 2 times a number gives 101. ഒരു സംഖ്യയുടെ 2 ഇരട്ടിയിൽ നിന്നും 3 കുറച്ചപ്പോൾ 101 കിട്ടിയെങ്കിൽ സംഖ്യ ഏത്? ഇപ്പൊ 2 times the number അല്ലെ. ഇപ്പൊ 2x. അതിൽ നിന്ന് എത്ര സബ്ട്രാക്ട് ചെയ്തു? 3 സബ്ട്രാക്ട് ചെയ്തപ്പോൾ gives 101. ഇപ്പൊ 2x മാത്രം മതിയല്ലോ. 101 -3 അപ്പുറത്ത് പോയപ്പോൾ +3 ആയി. അതായത് 2x എന്ന് പറയുന്നത് കൂട്ടുക 104 വന്നു. ഓരോ സ്റ്റെപ്പിലും ഈക്വൽ ടു സൈൻ്റെ ഇടതുവശവും വലതുവശവും എഴുതണം, അല്ലെങ്കിൽ അത് വിട്ടുപോകും. ഇപ്പൊ എക്സ് മതി നമുക്ക്. *2നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ /2 ആകും. ഇപ്പൊ 52 എന്ന് ആൻസർ കിട്ടി. 10നകത്ത് എത്ര 2 ഉണ്ട്? 5 പ്രാവശ്യം. മിച്ചമൊന്നുമില്ല. 4നകത്ത് എത്ര 2 ഉണ്ട്? 2 പ്രാവശ്യം. ഇനി ഈ ചോദ്യം നോക്കിയാലോ. ഇതിലെ ലാസ്റ്റ് ചോദ്യം. 2 subtracted from 3 times the number. അപ്പൊ 3 times the number എന്ന് പറയുമ്പോൾ നമ്പർ എക്സ് ആണ്. 3 times ആയപ്പോൾ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3x. അതിൽ നിന്നും 2നെ സബ്ട്രാക്ട് ചെയ്യണം, 2 കുറയ്ക്കണം. അപ്പോൾ 101 കിട്ടി. അപ്പൊ 3x എന്ത് വരും? 3xനെ അവിടെ വെക്കുക, 101 എഴുതുക. -2 അപ്പുറത്തേക്ക് വിടുമ്പം അത് +2 ആവും. 3x ഈക്വൽ ടു 103 എന്ന് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കുന്ന എത്ര? 103യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക.
നമുക്കിവിടെ ഫ്രാക്ഷൻ ആയിട്ട് കിട്ടും, അല്ല മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടാലും മതി. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നാലാമത്തെ ചോദ്യം ഇതാണ്. ദ സം ഓഫ് 6 times a number and 4. ശ്രദ്ധിച്ച് വായിക്കണം. ഒരു സംഖ്യയുടെ 6 ഇരട്ടിയുടെ കൂടെ 4 കൂട്ടുമ്പോൾ 100 കിട്ടിയാൽ നമ്പർ എത്ര? അപ്പൊ എക്സ് എന്നുള്ളത് നമ്പർ ആക്കി എടുക്കാം. ലെറ്റ് എക്സ് ബി ദ നമ്പർ. അത് എഴുതണം. 6 times എക്സ് എന്ന് പറയുമ്പോൾ 6 മടങ്ങ്, സംഖ്യയുടെ 6 മടങ്ങിന്റെ കൂടെ 4 കൂട്ടിയപ്പോൾ 100 കിട്ടി. അങ്ങനാണെങ്കിൽ 6x എത്രയാണ്? 100 ആദ്യം എഴുതുക, പ്ലസ് 4 അപ്പുറത്തേക്ക് കൊണ്ടുപോവുക, അപ്പോൾ അത് -4 ആയി. അപ്പൊ 6x ഈക്വൽ ടു 96 എന്ന് കിട്ടി. എക്സ് കാണാൻ വേണ്ടിയിട്ട് 6 കൊണ്ട് ഗുണിച്ചിരിക്കുക, മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക, അപ്പുറത്ത് പോകുമ്പോൾ അത് ഡിവിഷൻ ആകും. അപ്പൊ 9-നകത്ത് എത്ര 6 ഉണ്ട്? 1 ടൈം. റിമൈൻഡർ 3. ഇപ്പൊ 36 മിച്ചം വന്ന 3 ആണ്. അപ്പൊ അടുത്ത നമ്പറായിട്ട് 36. 36-ൽ 6 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. അപ്പൊ എന്ത് കിട്ടി? ആ നമ്പർ ഈക്വൽ ടു 16 എന്ന് കിട്ടിയല്ലോ. സംഖ്യ എന്താന്നാ കിട്ടിയത്? 16. ഇനി അഞ്ചാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം. ഇവിടെ ചോദ്യം ഇതാണ്. 4 times the sum of a number and 6 gives 100. ഒരു സംഖ്യയുടെ കൂടെ 6 കൂട്ടിയതിനെ 4 മടങ്ങ് കണ്ടുപിടിക്കുക, അപ്പോൾ 100 കിട്ടും. അപ്പൊ സംഖ്യ എന്താണ്? എക്സ് ആണ്. ലെറ്റ് എക്സ് ബി ദ നമ്പർ. സംഖ്യ എക്സ് എന്ന് എടുക്കുന്നു, അതിന്റെ കൂടെ 6 കൂട്ടിയതിന്റെ 4 മടങ്ങ്. മനസ്സിലായോ? 6 കൂട്ടിയതിന്റെ 4 മടങ്ങ്. അപ്പൊ അവിടെ അതുകൊണ്ടാണ് 6 കൂട്ടിയതിനെ ഒരു ബ്രാക്കറ്റിൽ ഇട്ടത്. അതിന്റെ 4 മടങ്ങ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ ബ്രാക്കറ്റിലുള്ളതിനെ ആദ്യമേ പിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ 4-നെ നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. 4-നെ ഗുണിച്ചിരിക്കുകയാണ്, അതിപ്പുറത്ത് വരുമ്പോൾ ഹരണമാകും. അപ്പൊ എക്സ് പ്ലസ് 6 എന്ന് പറയുന്നത് എത്ര കിട്ടി? 100-നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 25 എന്ന് കിട്ടും. ഇനിയാണ് നമ്മൾ ഈ 6-നെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പൊ എക്സ് ഈക്വൽ ടു 25 ആദ്യം എഴുതണം, പ്ലസ് 6 അപ്പുറത്ത് പോയപ്പോൾ -6 ആയി. അപ്പൊ എന്ത് വന്നു? 19 എന്ന് കിട്ടി. അപ്പൊ നമ്പർ ഈക്വൽ ടു 19. സംഖ്യ സമം 19. മനസ്സിലായല്ലോ? ഇനി ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം.